മേറാജും ഇസ്രാവും കഴിഞ്ഞ് റസൂല് ഇത്രയും വർഷം ജീവിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു നോമ്പ് പോലും ഒരു വർഷം പോലും നോറ്റിട്ടില്ല, സഹാബത്തിനോട് കൽപ്പിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളത് ചെയ്യുക? പിന്നെ ഹദീസുകൾ റസൂലുള്ളാഹിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എല്ലാ ഹദീസുകളും. മൻ സ്വാമ യൗമ സാബിഇ വഇശ്രീന കുതിബ ലഹു സവാബു സിയാമിഹി 60 ഷഹ്റ. റജബ് 27 നോമ്പ് നോറ്റാൽ 60 കൊല്ലം നോമ്പ് നോറ്റ മാതിരിയാണ്. മറ്റൊരു ഹദീസിൽ 70 സന 70 കൊല്ലം നോറ്റ മാതിരിയാണ്. ഈ ഹദീസുകളെ മുഴുവനും പഠിച്ച് മുഹദ്ദിസുകൾ പറഞ്ഞത് ഈ ഹദീസുകളെല്ലാം മൗളൂആണ്, ലൈഫ് പോലുമല്ല, മൗളൂആണ്, നിർമ്മിച്ചുണ്ടാക്കിയ റസൂലുള്ളാഹിൻ്റെ പേരിൽ വെച്ച് കെട്ടിയ ഹദീസുകളാണ്, സ്വഹിയായ ഹദീസുകളല്ല. സ്വഹിയായ ഹദീസുകളുടെ കൂട്ടത്തിൽ ഇത്തരം ഹദീസുകളെ കാണാൻ കഴിയില്ല. അപ്പോൾ പിന്നെ യതബവ്വഉ മഖ്അദഹു, റസൂൽ പറഞ്ഞത് നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് പറഞ്ഞ വിഷയമാണ്. റസൂലുള്ളാഹിൻ്റെ പേര് റസൂലുള്ളാഹി പറയാത്തത് പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാ, ഭീകരമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പല ആളുകൾക്കും പറയാനുള്ളത്, ഒരു വീട്ടിൽ ഇത് നോൽക്കുന്നവരും നോൽക്കാത്തവരൊക്കെ ഉണ്ടാകും, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് പോലെ പ്രദേശങ്ങളിൽ നോൽക്കുന്ന ആൾക്കാരുണ്ട്, നോൽക്കാത്ത ആൾക്കാരുണ്ട്, നോൽക്കുന്നവരുണ്ട്. അപ്പോൾ പിന്നെ ഒരു നോമ്പല്ലേ, അതാണ് നോറ്റ് കളയാം, അല്ലെങ്കിൽ ഏതായിരുന്നാലും ഇന്ന് വീട്ടിൽ ഭക്ഷണമൊന്നും കിട്ടൂല, അപ്പോൾ പിന്നെ നോമ്പാക്കാം. പറ്റുമോ സഹോദരങ്ങളെ? ഇത് നരകത്തിലേക്കുള്ളതാണ്. കാരണം റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്താൽ അത് ബിദ്അത്താണ്, ദലാലത്താണ്, അത് നരകത്തിലേക്കാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. റജബ് മാസത്തിൽ എത്ര തിങ്കളാഴ്ച കഴിഞ്ഞു പോയി, എത്ര വ്യാഴാഴ്ചകൾ കഴിഞ്ഞു പോയി, നോൽക്കാം. അയ്യാമുൽ ബീദ് കഴിഞ്ഞു പോയില്ലേ, 13, 14, 15 നോൽക്കാം. അതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട നോമ്പുകളാണ്. അതാണ് സുന്നത്ത്. മറ്റേത് ബിദ്അത്താണ്. ആ ബിദ്അത്തിനെ നോമാനിഷ്ഠിച്ചാൽ നരകമാണ് കിട്ടുക. ബിദ്അത്ത് നരകമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നബിയെ താങ്കളെങ്ങാനും മതത്തിൽ ഞാൻ പറയാത്തത് ഉണ്ടാക്കിയാൽ എന്താ, ജീവനാടിയെ ഛേദിച്ച് കളയുമെന്നാണ്. നബിയെ താങ്കളെങ്ങാനും സ്വന്തം ഇഷ്ടപ്രകാരം, നബിനോടാ ഈ മതം അള്ളാന്റെ ദീനാണ്, അള്ളാന്റെ ദീനാണ്, അള്ള എന്തു പറയുന്നുവോ അതാണ് മതം, അള്ളാഹു എന്തു പറയുന്നു അത് മാത്രമേ റസൂലുള്ളാഹിക്ക് പോലും പറയാൻ പറ്റൂ. ഖുർആനാ. നബിയെ താങ്കളെങ്ങാനും, താങ്കളാണെങ്കിൽ പോലും ഈ മതത്തിൽ ഞാൻ പറയാത്തത് പറഞ്ഞാൽ വലത് കൈ കൊണ്ട് പിടിക്കും. സുമ്മല ഖത്തഅനാ മിൻഹുൽ വതീൻ, ജീവനാടിയെ നാം മുറിച്ചു കളയും. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ മതത്തിൽ നമ്മളെ വകയായിട്ട് ഒന്നും ചേർക്കാൻ പറ്റൂല.